നമസ്കാരം, ഇസ്പോണിക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ബോർഡ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മളിപ്പോൾ തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇസ്പോണിക്ക ഒരു സ്ഥലത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഈ ബോർഡ് കണ്ടപ്പോഴാണ് ഓർത്തത്, നമ്മളിപ്പോൾ പുതിയ മൊയ്തു പാലത്തിൽ കൂടെയാണ് പോകുന്നത്. ഈ ഇടതുവശത്ത് നിങ്ങൾക്ക് കാണാം പഴയ മൊയ്തു പാലം. ഇത് 1931 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. അതും ഫുൾ സ്റ്റീലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 2016 തോന്നുന്നു ഈ പുതിയ പാലം ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. അപ്പം ഞാനീ പറഞ്ഞു വെച്ചത് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കും മൊയ്തു പാലത്തിൻ്റെ കഥയാണോ പറയുന്നതെന്ന്. അല്ല, നമ്മളിപ്പോൾ പോകുന്നത് ഏഷ്യയിലെ തന്നെ ലോങ്ങസ്റ്റ് ഡ്രൈവ് ഇൻ ബീച്ച് എന്ന് അറിയപ്പെടുന്ന മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കാണ്. ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരുപാട് ബീച്ചസ് ഉണ്ട്. അതിൽ ഗോവയിൽ ഏകദേശം 70ഓളം ബീച്ചസ് ഉണ്ട്. പക്ഷേ ഏഷ്യയിലെ തന്നെ ലോങ്ങസ്റ്റ് ഡ്രൈവ് ഇൻ ബീച്ച് എടുത്തു നോക്കുമ്പോൾ അത് നമ്മുടെ കൊച്ചു കേരളത്തിലാണെന്ന് പറയുന്നതും നമുക്ക് വലിയൊരു അഭിമാനമാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് ഇന്നത്തെ ഇസ്പോണിക്കയുടെ യാത്ര. ഇവിടെ സൈൻ ബോർഡ് കാണാം. നമ്മൾ നേരെ വന്ന് അടുത്ത ഫ്ലൈ ഓവറിന് തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റിലേക്കൊരു ഡീവിയേഷനാണ്. ഈ സ്ഥലത്തു നിന്ന് കൃത്യമായിട്ട് 1.7 കിലോമീറ്റേഴ്സേ ഉള്ളൂ ബീച്ചിലേക്ക്. നമ്മൾ ആ ബീച്ച് റോഡിലേക്ക് കയറി. ഈ സ്ഥലത്തു നിന്ന് ആദ്യത്തെ ലെഫ്റ്റ്. ഇപ്പം നമ്മൾ ബീച്ചിലേക്കുള്ള മെയിൻ വഴിയിലേക്ക് കയറിയിരിക്കുകയാണ്. നല്ല റോഡുകളാണ്, കുണ്ടും കുഴികളും ഒന്നുമില്ല, നല്ല റോഡുകളാണ്. ഇനിയിപ്പോൾ ഈ ഒരൊറ്റ റോഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ മുഴപ്പിലങ്ങാട് ബീച്ച് ഫെസ്റ്റൊക്കെ നടക്കാറുണ്ട്. അത് നടക്കുന്നത് സമ്മർ വെക്കേഷൻ്റെ സമയത്താണ്. അതായത് ഏപ്രിൽ മാസത്തിലാണ് ബീച്ച് ഫെസ്റ്റ് നടക്കാറുള്ളത്. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡുകൾ ഫുള്ള് നിറഞ്ഞിരിക്കും വാഹനങ്ങളൊക്കെ ആയിട്ട്. ഇത്രയ്ക്ക് ഈസി ആയിട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അല്ലാത്ത സമയത്തൊന്നും വലിയ തിരക്കുകൾ ഉണ്ടാവാറില്ല. ഇല്ലെങ്കിൽ വീക്കെൻഡ്സിലൊക്കെ ആയിരിക്കും കുറച്ച് തിരക്കുകൾ ഉണ്ടാവുക. ഇപ്പോൾ കാണുന്ന പോലെ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കേണ്ടി വരും. നല്ല രസമുള്ള കാഴ്ചകളാണ് ഈ റോഡിൻ്റെ ഇരുവശവും, തെങ്ങും ഒക്കെ ആയിട്ട്. നല്ല രസമാണ് ഇതിലെ കൂടെ പോകുമ്പം. നമ്മളിപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയത്താണ് പോകുന്നത്, എന്നാൽ പോലും അധികം ചൂടൊന്നും അറിയുന്നില്ല. ഇപ്പോൾ ഇടതുവശത്ത് ഈ ഒരു വെള്ളക്കെട്ടിനകത്ത് കണ്ടൽക്കാടുകൾ നമുക്ക് കാണാം. കണ്ടൽക്കാടുകൾ അഥവാ മാൻഗ്രൂവ്. ഇത് നമ്മുടെ ഈക്കോസിസ്റ്റത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെടിയാണ്. ഈ ബീച്ചും ഡ്രൈവിങ്ങും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. കാരണം ഈ ഡ്രൈവ് ഇൻ ബീച്ച് എന്ന് പറയുന്നത് ബീച്ചിൽ കൂടെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. സോ അത് ക്രേസ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ? ദേ നേരെ മുന്നിൽ കടൽ കാണാം. ഇവിടെ കയറുന്നതിന് മുമ്പായിട്ട് ഒരു എൻട്രി ഫീ ഉണ്ട് വാഹനങ്ങളുമായിട്ട് വരുമ്പോൾ. അത് ഓരോ വാഹനങ്ങൾക്ക് പല റേറ്റാണ്. ഞങ്ങളിപ്പോൾ കാറിലായതുകൊണ്ട് 40 രൂപയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്പീഡ് ലിമിറ്റ് ഉണ്ട്, 20 km/h ആണ് സ്പീഡ് ലിമിറ്റ്.
ഈ ബീച്ചിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നല്ല ക്ലീനായിരിക്കുന്നൊരു ബീച്ച്, അങ്ങനെ വൃത്തികേടുകളായിട്ടൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ വന്നത് ഏകദേശം ഉച്ച സമയമാണ്, എന്നാൽ പോലും ആൾക്കാരുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ബൈക്കിലും കാറിലും ഒക്കെ ആയിട്ട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് കാര്യം. ഡ്രൈവിൻ ബീച്ച് ആയതുകൊണ്ട് ഡ്രൈവിങ്ങും ബീച്ചും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉറപ്പായിട്ട് വന്നു പോകേണ്ട ഒരു സ്ഥലമാണ്. അത് തന്നെയാണ് പിന്നെയും പിന്നെയും പറയുന്നത്. എന്നാൽ പിന്നെ നമുക്ക് വന്ന കാര്യം അങ്ങോട്ട് നടത്തിയേക്കാം. നമ്മളിപ്പോൾ വെള്ളത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന എനിക്ക് ഇത്രയ്ക്ക് ത്രില്ലിങ് ആണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ആദ്യം തന്ന എൻട്രി ടിക്കറ്റിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു സ്പീഡ് ലിമിറ്റിനകത്ത് തന്നെ ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ പിങ്ക് പോലീസ് പെട്രോളിങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെയുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ നേരത്തെ പറഞ്ഞു, സ്പീഡ് ലിമിറ്റിൻ്റെ കാര്യം. അതിനകത്ത് തന്നെ നിർത്തി ഡ്രൈവ് ചെയ്യുക. വേറൊരു കാര്യമുള്ളത്, നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് ആവേശം കയറി കടലിലോട്ട് ഇറങ്ങി ഡ്രൈവ് ചെയ്ത് അപകടങ്ങളൊന്നും ക്ഷണിച്ച് വരുത്തരുത്, അത് ഒഴിവാക്കുക. മറ്റൊന്ന് ഉള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് നടക്കാനോ ഒക്കെ പോകുന്നത് ഈ നനഞ്ഞ ഭാഗത്ത് ചെയ്യരുത്. വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നനവില്ലാതെ കരയിലോട്ട് മാറ്റി പാർക്ക് ചെയ്തിടണം. അല്ലാന്നുണ്ടെങ്കിൽ ടയർ പൊതിഞ്ഞു പോകാനും, പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് ഇവിടെയുള്ള ആൾക്കാർ തന്നെ വന്ന് സഹായിക്കും. പക്ഷേ അതിൽ നിങ്ങൾക്ക് കുറച്ച് സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, കുറച്ച് വേസ്റ്റ് കണ്ടീഷൻ ആവുകയാണെങ്കിൽ ചിലപ്പോൾ ക്രെയിനിനെ വരെ വിളിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക ഇനി ഇവിടെ വരുമ്പോൾ. കാരണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ വന്ന് നല്ല ഓർമ്മകളുമായിട്ട് മടങ്ങാം. നമ്മളിങ്ങനെ ബീച്ചിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ഇത് ഏകദേശം ഒരു 5.5 കിലോമീറ്ററോളമാണ് ഈ ബീച്ചിൻ്റെ നീളം എന്ന് പറയുന്നത്. സോ അത്രയും ദൂരം നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഇവിടെ ഒരാൾ ഇപ്പോഴൊന്നും വരുമെന്ന് തോന്നണില്ല. ഡ്രൈവ് ചെയ്ത് തകർക്കുകയാണ്. ഈ ഒരു സ്ഥലത്താണ് ബീച്ച് ഫെസ്റ്റിൻ്റെ സ്റ്റേജും സ്റ്റാളും ഒക്കെ സെറ്റ് ചെയ്യാറ്. പിന്നെ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം പടിക്കെട്ടുകൾ കെട്ടിയിട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ പൊട്ടിപ്പൊളിഞ്ഞും കിടപ്പുണ്ടല്ലേ. ഒരാൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് തന്നെയാണോ? അതെ അതെ, മതിയായെന്ന് തോന്നുന്നു. എന്നെ ഇവിടെ പൊരി വെയിലത്ത് നിർത്തിയിട്ട് ഇത്രയും നേരം ഡ്രൈവ് ചെയ്ത് കളിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ച് എന്നെ മറന്നുപോയെന്ന്. സിനിമ സ്റ്റൈലിലുള്ള പാർക്കിംഗ് ഒക്കെയാണെന്ന് തോന്നുന്നു ഉദ്ദേശിക്കുന്നത്.
വാഹനങ്ങളായിട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയുണ്ട്. നമ്മൾ വെള്ളത്തിൽ കൂടെയുള്ള ഈ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴത്തേക്ക് തന്നെ വാട്ടർ സർവീസ് ചെയ്യണം വിത്ത് അണ്ടർ ബോഡി. ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി തുരുമ്പെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഉപ്പ് വെള്ളവും ഉപ്പ് കാറ്റും മണലും എല്ലാം കൂടെ ചേർന്നതാണ്. സോ അതും മറക്കരുത് കേട്ടോ. മുഴപ്പിലങ്ങാട് ബീച്ചിൽ വരുമ്പോൾ ഈ ഒരു ഐക്കോണിക് സ്പോട്ടിലും കൂടെ വന്നാലേ ആ ഒരു യാത്ര കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ധർമ്മടം തുരുത്തും കാണാം. ദേ ആ ദൂരെ കാണുന്നതാണ് ധർമ്മടം തുരുത്ത്. അപ്പോൾ നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിനോട് പതിയെ ടാറ്റ പറയുകയാണ്. എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക, നല്ല ഓർമ്മകളുമായിട്ട് തിരിച്ചു പോവുക. ഇസ്പോണിക്കയുടെ ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും വണക്കം. ഇത് ഇസ്പോണിക്ക. ഇവിടെ എല്ലാം സ്പെഷ്യലാണ്.